യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് यात्रियों कृपया ध्यान दीजिए। ചേട്ടാ ചേട്ടാ ഈ എറണാകുളത്തേക്കുള്ള ആ വണ്ടി. ഇതന്നെ. ഡോക്ടറെ ഇതാ മരുന്ന്. ആടാ കയറി വാ. അവൻ ഒറ്റയ്ക്ക് വിടുന്നോണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, ഒരു ശ്രദ്ധ വേണം. ഞാൻ പറയാൻ തന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ. അതറിയാലോ ഡോക്ടറെ, ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കെല്ലാം അറിയണം. ആ എവിടെ സ്ഥലം എന്ന് പറഞ്ഞ എറണാകുളം അല്ലേ? വേണ്ടാത്ത കൂട്ടുകെട്ടിലും ചെന്ന് അലമ്പാവണ്ട കേട്ടോ. ആ അല്ല, സ്റ്റേ എവിടെ? അതവിടെ ഒരു റൂം ഷെയറിംഗ് ആണ്. അവിടെ കുറച്ച് ഉള്ളിക്കാ തോന്നുന്നു. ആ ഒരു കുടുംബക്കാരൻ വിളിച്ച് ഓക്കെ. ശരിയാക്കിയാ റെഡിയാക്കിയാ. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ കുറച്ച് മരുന്ന് എഴുതി തന്നില്ലേ, അത് കഴിക്കുക. എന്നിട്ടൊരു 4-5 മാസം കഴിഞ്ഞിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി. ഇനി ഓവറായിട്ട് സ്ട്രെസ് വരികയാണെങ്കിൽ നമ്മുടെ ആ ബോളുണ്ടല്ലോ, അത് വെച്ച് ഒന്ന് എക്സസൈസ് ചെയ്താൽ മതി. പേടിക്കൊന്നും വേണ്ട, ടെൻഷനൊന്നും വേണ്ട. ശരി എന്നാ ശരി ഡോക്ടറെ. പേടിക്കൊന്നും വേണ്ടടോ, പോയി വാ, എല്ലാം ശരിയാവും. ആ പിന്നെ ഹാപ്പി ജേണി. ഹലോ ആ അച്ഛാ, ഞാനിപ്പോൾ കുറച്ച് മുമ്പെത്തി. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അറിയില്ല അച്ഛാ, ഏതൊരു കുറച്ച് കാട് പോലെ ഒരു സ്ഥലത്താണ്. എവിടെ കറക്റ്റായിട്ട് അറിയില്ല. ഞാനിപ്പോൾ മാപ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുക. ആ അച്ഛാ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഇവിടെ അടുത്താണ് തോന്നുന്നു. ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. യാത്ര കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവർക്കും ശരിയായില്ല. ആ ശരി. ഹായ്. ഹലോ, ആരാ? ഞാനിവിടെ റൂം ഷെയറിംഗ് ആ ഈ 4-ാമനായിട്ട് ഓണർ ഇവിടുത്തെ വിളിച്ചിട്ടുണ്ടാവും പറഞ്ഞു. 4-ാമൻ കയറുക. ഹലോ ഹലോ. ഞാൻ അക്ഷയ്. ഞാനിവിടെ ബിടെക്കിന് ചേർന്ന NRC കോളേജ്. ഞാനാണ് ഇവിടുത്തെ 4-ാമനായിട്ട് വരുന്നു. വിളിച്ചിട്ടുണ്ടാവും ഓണറല്ലേ? നിങ്ങളുടെയൊക്കെ പേരെന്താ? നിങ്ങളൊക്കെ എവിടെ വിളിക്കുന്നത്? ഞാൻ KGC CS ഡിപ്ലോമ. ഓ KGC ആണ്. 3 പേരും KGC ആവില്ലേ? എന്നാ ശരി, കാണാം. ഞാൻ ഒന്ന് ഡ്രസ് മാറ്റി. ഇല്ല പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ, അതിന്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിള്ളേരൊന്നും പ്രശ്നമൊന്നുമില്ല. അമ്മ ഞാൻ ഇത് എത്ര പ്രാവശ്യം പറയണേ, ഞാൻ ശ്രദ്ധിച്ചോളാ, ഒരു കുഴപ്പമില്ല. അങ്ങനൊന്നും ഉണ്ടാവില്ല അമ്മേ.
അമ്മ ഇവരിതാ പോണു. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വിളിക്കാം. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നാളെ വിളിക്കാം. കോളേജിൽ പോണ്ടേ? എവിടുന്നാ ഇന്നലെ കുട്ടപ്പുറൊക്കെ ആയിട്ട് വരുന്നേ? ഞാൻ കോളേജിൽ പോയി. എങ്ങനെയുണ്ടായിരുന്നു കോളേജ്? കോളേജ് അടിപൊളിയായിരുന്നു. അല്ല, നിങ്ങൾക്ക് കോളേജിൽ പോകണ്ടേ? നിങ്ങൾ പോയില്ലേ? നമുക്കൊക്കെ വേറെ പണ്ട് പണിയോ? എന്ത് പണി? ഒരുപാട് പണിന്റെ പോലെ. അമ്മേ. മോനെ റൂമിലെത്തിയോ? ഞാനിപ്പോഴാ എത്തി. പുതിയ കോളേജൊക്കെ എങ്ങനെയുണ്ട്? കോളേജൊക്കെ അടിപൊളിയാണ്. പിന്നെ മോനെ സൂക്ഷിച്ചു കണ്ടൊക്കെ നിക്കണം. പുതിയ സ്ഥലമാണ്. ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും പോയി പെടരുത് കേട്ടോ. അമ്മേ, നീ ചായ കുടിച്ചോ? ഞാൻ പിന്നെ വിളിക്കാം അമ്മേ. ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഞാൻ ഒന്ന് കുളിക്കട്ടെ. ആരാടാ നിലത്തിട്ട്? നിന്റെ ആയിരുന്നാ? ആ, ഞങ്ങളെ കുപ്പി വിട്ടിപ്പോ നിർത്തി തേച്ചതാ. ഇതെന്റെ പുതിയ ഷർട്ടാ. നിങ്ങൾ എന്തിനാ ഇതൊക്കെ വെച്ച് നിലത്ത് തുടയ്ക്കാനൊക്കെ നിക്കണേ? ഓവറാക്കല്ലേ, അതിന് മാത്രമൊന്നുമില്ല. അതങ്ങ് കഴുകിയാ പോയിക്കോളും. Lights flicker on the dance floor, music pumping all night. Feel the rhythm take control, lose yourself in the light. DJ spins our favorite track, heartbeat matching the beat. Crowds a wave of energy, can't stay in your seat. ഈ ഞങ്ങൾക്ക് കൂടുതലുള്ള ഫുഡൊന്നും അടിച്ചിട്ടാടാ.
അങ്ങനെ പഠിക്കാണോ? പഠിക്ക് വലിയ ആളാവുണ്ടല്ലേ. അവൻ പഠിക്കാടാ. പിന്നെ പഠിച്ചു വലിയ ആളാവല്ലോ, ഒന്ന് പോയാ. Turn it up, up, up. Make it loud, loud, loud. Feel the sound, sound, sound. Lift you off the ground. Turn it up, up, up. Make it loud, loud, loud. Feel the sound, sound, sound. Lift you off the ground. എടാ ഇത് നോക്ക്. എടാ കൊണ്ടോക്ക്. നമ്മൾ വല്ലാതെ ഓവറാണ്. ഇതൊക്കെ നിർത്തണം. ശരി ഒന്നുമില്ല, നമ്മളപ്പോൾ ഉള്ളതല്ലേ വിചാരിച്ചിട്ട് സംഭവം ശരിയൊക്കെ തന്നെ. എന്നുവെച്ചാൽ നമുക്ക് ഒരു പാർട്ടി എല്ലാം നിർത്തിയാൽ പെട്ടെന്ന് കിട്ടണം. ഇതൊന്നല്ലേ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ട് ഇവനിപ്പോ നമ്മളെക്കാളും സൈസും ഉണ്ട്, നമ്മളെക്കാളും വയസ്സും ഉണ്ട്, പക്ഷെ നട്ടല്ലില്ല. എടാ വിട്ട് കളാ ആവാടാ. എന്താടാ റിസൾട്ട് വന്നു? ആ നോക്കി നോക്ക് ഫോണില്. എന്താടാ? 5 സപ്ലി. 5 എണ്ണോ? കുഴപ്പമില്ലടാ. എനക്കോ? കുഴപ്പമില്ലടാ. സർബത്ത് കുടിക്കാം. യുപി വെള്ളം വാങ്ങിട്ടെന്നാ എന്താ നോക്കുന്നേ? ഓടാ. പതിനഞ്ച് വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടി നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഓനെന്താ മറ്റേ ആകെ ഓഫാണല്ലോ. അവന് ഫുള്ള് സപ്ലൈ അടിച്ചടാ. നമ്മളെ ഇപ്പൊ കാരണം ഇതൊക്കെ നിർത്തണം. എന്തായാലും ഇതോടുകൂടി നമ്മളൊക്കെ നിർത്തും. അതൊക്കെ അത്രേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങളും ബോളൊക്കെ നോക്കണ്ടേ എങ്ങോട്ടാ പോണെന്ന്? എന്നോട് അല്ല അത്ര വലിയ കടിക്കൂടാമോ? ആ അച്ഛാ. ആ മോനെ, ഞാൻ ഇപ്പോഴും വീട്ടിലെത്തിയേ. അതാ റിപ്ലൈ തരാഞ്ഞേ. റിസൾട്ട് ഒന്നുമില്ലടാ. ആ എങ്ങനെയുണ്ടടാ? കുഴപ്പമില്ല അച്ഛാ. ആ പറച്ചിലിന് എന്തൊരു കുഴപ്പമുണ്ടല്ലോ. ഇല്ല, 5 സപ്ലി. എടാ അത് വീട്. അല്ല അച്ഛാ, എനിക്കിവിടെ ഒന്നും ശരിയാവണില്ല. ഞാൻ കുറേ അച്ഛനറിയില്ല, എനിക്ക് ഓൾറെഡി പഠിക്കാൻ പറ്റണില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി 5 സപ്ലി ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യുന്ന കുടിക്കാറില്ല. എടാ അത് വീട്. ഡോക്ടർ ആൾറെഡി പറഞ്ഞതല്ലേ.
ശരി അച്ഛാ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എടാ എന്റെ ഒരു ബോൾ ഇവിടെ വെച്ചിരുന്നു. ഒരു മഞ്ഞ ബോളല്ലേ? ആ അതിപ്പോ കാട്ടിലാണ്. എടാ വേറൊരാളുടെ സാധനം അത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചൂടെ? ഞാൻ നിങ്ങളുടെ രണ്ടുപേരെയോ അല്ലെങ്കിൽ മറ്റവന്റെയോ സാധനം എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ തട്ടി മുട്ട എന്തെങ്കിലും ചെയ്യണ്ടോ? എന്താടാ ഒരു ബോളല്ലേ ഓവറാക്കണേ നടക്കും. ഞാനിന്ന് പബ്ജി കളിക്കാൻ കയറുന്നതാണേ. ബോംബ് പൊട്ടിയത് ഇവിടെ ഒരാളെ അറിയാൻ പോലില്ല. അക്ഷയ് വെള്ളം എടുക്കുക.
ഇത് ബൈപ്പോളർ ഡിസോർഡർ ആവാനാണ് സാധ്യത. എന്നാൽ മാറാൻ ഇതൊരു അസുഖമല്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് കണ്ടീഷൻ.